തായ്ലൻഡിൽ നടന്ന ജീറ്റ് കുനെദോ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി മത്സരിച്ച മലയാളികൾക്ക് മെഡൽ നേട്ടം. ആകെ ലഭിച്ച 18 മെഡലിൽ 5 കേരളത്തിൽ നിന്നുള്ളവർക്കാണ്. അർഹമായ പരിഗണന ലഭിക്കുന്നില്ലെന്നാണ് മെഡൽ നേടിയവരുടെ പരാതി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 51 അംഗ സംഘമാണ് ഇന്ത്യൻ ടീമിനെ പ്രതിനിധീകരിച്ച് മത്സരങ്ങളിൽ പങ്കെടുത്തത്. ആകെ ലഭിച്ച 18 മെഡലുകളിൽ 5 നേടിയത് മലയാളികളാണ്. 4 മെഡലുകളും സ്വന്തമാക്കിയത് ഇടുക്കി അടിമാലി സ്വദേശികളാണെന്ന പ്രത്യേകതയുമുണ്ട്. ജൂനിയർ വിഭാഗത്തിൽ കോട്ടയം സ്വദേശി മാനസി എം എ, സീനിയർ വിഭാഗത്തിൽ എബിൻ പി ഡേവിഡ് എന്നിവർ സ്വർണ്ണ മെഡൽ നേടി. സബ് ജൂനിയർ വിഭാഗത്തിൽ പ്രണവ് മിജു, ഗോവിന്ദ് ഹരിദാസ് എന്നിവർ വെള്ളി മെഡലും കരസ്ഥമാക്കി. മാസ്റ്റേഴ്സ് ഫൈറ്റിംഗ് വിഭാഗത്തിൽ ചാമ്പ്യനും ഇന്ത്യൻ ടീം മാനേജറുമായിരുന്ന രാജൻ ജേക്കബിന്റെ കീഴിലാണ് ഇവർ പരിശീലനം നടത്തുന്നത്. ഇന്ത്യക്ക് അഭിമാനമായ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു. ഈ അക്കാദമിയിലെ കുട്ടികളുടെ ഒരു വർഷത്തെ തുടർച്ചയായ കഠിന സമയത്തിന്റെ ഭാഗമാണ് ആദ്യമായിട്ട് ഇത്ര മെഡൽ നേടി കഴിഞ്ഞിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ അർഹമായ സാമ്പത്തിക സഹായം ഉൾപ്പെടെ സർക്കാർ ഉറപ്പാക്കുമ്പോൾ കേരളത്തിൽ അതുണ്ടാകുന്നില്ലെന്ന പരാതിയും മത്സരാർത്ഥികൾ ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് ഈ കേരളത്തിന് ഇന്റർനാഷണൽ മത്സരത്തിന് പോയി മെഡൽ വാങ്ങിച്ച ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ യാതൊരുവിധ അംഗീകാരമോ സ്കോളർഷിപ്പോ ലഭിച്ചിട്ടില്ല. എന്നാൽ നമ്മൾ മറ്റ് സംസ്ഥാനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഗവൺമെന്റ് കൂടുതൽ സപ്പോർട്ടീവും ഫിനാൻഷ്യലി അവരെ സപ്പോർട്ടീവുമാണ്. അതിനാൽ ഞങ്ങൾക്കും ആ വിധ സപ്പോർട്ടും ധനസഹായവും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. 6ാമത് ലോകകപ്പ് മത്സരമാണ് തായ്ലൻഡിലെ ഫുക്കറ്റിൽ നടന്നത്. സംസ്ഥാന സർക്കാരും കായിക വകുപ്പും അർഹമായ പരിഗണന നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കായിക താരങ്ങൾ. മീഡിയ 1 ഇടുക്കി.